ഇന്നത്തെ എവിക്ഷൻ കഴിഞ്ഞതോടുകൂടി എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രവീണിന്റെ എവിക്ഷൻ ശരിക്കും അൺഫെയർ ആണ്. പ്രവീൺ ഉള്ളിൽ നിൽക്കേണ്ട ഒരാളാണ്. പുറത്തു പോവാൻ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് അതിനകത്തുണ്ട്. പക്ഷെ പ്രവീൺ പോകാനുള്ള കാരണം വോട്ട് കമ്മിയായതുകൊണ്ട് മാത്രമാണ്. സോ വി ആസ് എ ഓഡിയൻസ് ഷുഡ് സപ്പോർട്ട് ദ ഡിസർവിംഗ് കാൻഡിഡേറ്റ്സ്. അല്ലാതെ ഈ സാബുമോനും അതുപോലെ അനുവിന്റെ ഒക്കെ PR വർക്ക് ഏഷ്യാനെറ്റിനെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. കാരണം അത്രയും സ്ക്രീൻ സ്പേസ് ആണ് അനുവിന് കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ എവിടെ പബ്ലിക് പ്ലാറ്റ്ഫോം എടുത്താലും സപ്പോർട്ട് അനു വിച്ച് ഇസ് PR വർക്ക്, നമുക്കതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. സോ ഈ വോട്ടിംഗ് കയറി പോകുന്നത് ഈ PR വർക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് അനു ഒക്കെ. അതുപോലെ ആദില നൂറ ആ ഒരു ഫാക്ടറി ഗെയിമൊക്കെ നൂറ ശരിക്കും ഫ്ലോപ്പായിരുന്നു. ഞാൻ യൂട്യൂബിലാട്ടോ കണ്ടത് അത്. സോ ഇവര് രണ്ടുപേരും കൂടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ നിൽക്കാൻ പറ്റുന്നത്. സോ ദേ ആർ ഓൾസോ നോട്ട് ഡിസർവിംഗ്. സോ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എന്റെ കോൺസെപ്റ്റിൽ എനിക്കിപ്പോ ഇഷ്ടമുള്ള ഒരു കാൻഡിഡേറ്റ്സ് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് ഷാനവാസ്. അക്ബർ സ്റ്റാർട്ടിംഗ് ഒക്കെ പുറകിലായിരുന്നു, ബട്ട് നൗ ഹീസ് ഇൻ ടു കുറച്ചൊക്കെ. ആൻഡ് ഓൾസോ ജിസേൽ, വേദലക്ഷ്മി. ഞാൻ ജിഷിനെയാണ് വൈൽഡ് കാർഡ് എൻട്രിയിൽ കുറച്ച് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ജിഷിനേക്കാളും സ്കോർ ചെയ്യുന്നത് ഇപ്പോൾ വേദലക്ഷ്മിയാണ്. ഷീ ഹാസ് ഹെർ ഓൺ കോൺസെപ്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഐഡിയാസ് ഉണ്ട്, വ്യൂസ് ഉണ്ട്. അത് തുറന്നു പറയാൻ പേടിയുമില്ല. ആൻഡ് അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ചുമ്മാ കോണ്ടന്റ് ഉണ്ടാക്കണം എന്ന് കരുതി ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇറ്റ് ഷുഡ് കം എന്താ പറയാ തനിയെ വരണം. അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതിന് പകരം ഇവര് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാണ് കോണ്ടന്റ് ഒക്കെ, എസ്പെഷ്യലി അനുമോളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വോട്ട് ചെയ്യാതെ നമ്മളിങ്ങനെ ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്തൂടെ? കാരണം മസ്താനി ഡിസേർവ്സ് ഇറ്റ്, ബട്ട് പ്രവീൺ ഡസ് നോട്ട് ഡിസേർവ്. ഞാൻ ആ സാബുമോനൊക്കെ പോകുന്ന വിചാരിച്ചത്. ടോട്ടലി ഡിസപ്പോയിന്റഡ് ബിഗ് ബോസ്.